ഒരു നാടിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് കമ്മീഷൻ ചെയ്യാൻ രാജ്യത്തിന് സമർപ്പിക്കാനായി ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തുറമുഖ മന്ത്രി ശ്രീ VN വാസവൻ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. ഈ എല്ലാവരുടെയും പതിറ്റാണ്ടുകളായുള്ളൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. സർക്കാരുകളുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഈ ഒരു സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കാൻ പോകുന്നത്. ഈ അവസാനമായിട്ട് അതിൻ്റെ എല്ലാ കമ്മീഷൻ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കമ്മീഷൻ ചെയ്യുന്നു. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 11 മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചരിത്രപ്രധാനമായ ചടങ്ങ് നടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിഴിഞ്ഞം നമ്മുടെ നാടിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാക്കുന്ന രംഗത്ത് 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഇത്ര വേഗം ഇത് നടക്കാൻ ഇടവന്നത്. വിഴിഞ്ഞം തുറമുഖ ഒരാശയം തന്നെ രൂപം കൊണ്ടത് നയനാർ ഗവൺമെൻറ് കാലഘട്ടത്താണ്. ഒരു കമ്മീഷനെ വെച്ചു അത് പഠിക്കാൻ. പിന്നീട് അതിൻ്റെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 2010 ആഗസ്റ്റ് 11-നാണ്. അന്ന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തു, ടെൻഡർ ചെയ്തു. ആന്ധ്രക്കാരൊരു കമ്പനി അത് കോട്ട് ചെയ്തിരുന്നെങ്കിലും കോടതിയിൽ കേസ് വന്നിരുന്നതിൽ അവർ പിന്തിരിയാണ് ഉണ്ടായത്. പിന്നീട് 2015 ഉമ്മൻചാണ്ടി സർക്കാർ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന രൂപത്തിൽ ഈ പോർട്ട് അദാനിയുമായി ചേർന്ന് നിർമ്മിക്കുന്നതിനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൻ്റെ ഉള്ളടക്കത്തോട് പൊതുവിൽ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിൻ്റെ റിട്ടേൺ സംബന്ധിച്ചുണ്ടാക്കിയ ധാരണയെല്ലാം നമുക്ക് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചെങ്കിലും പദ്ധതി നടക്കണം എന്ന താല്പര്യത്തിൽ എല്ലാവരും മുന്നോട്ട് വന്നു. അവർ തർക്കല്ലിട്ടു. പക്ഷേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല. 2016 ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ആ ഗവൺമെൻറ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ആദ്യം റോ മെറ്റീരിയലിൻ്റെ അഭാവം വന്നു. പിന്നീട് വലിയ രൂപത്തിലുള്ള പ്രകൃതിക്ഷോഭം വന്നു. 2018 വെള്ളപ്പൊക്കം, 19 വെള്ളപ്പൊക്കം, ഓഖി ദുരന്തം, കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാവം കൊണ്ടുവന്ന സന്ദർഭം, ഇതെല്ലാം ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നൊരു സാഹചര്യം സംജാതമായി. അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഇരമ്പിയാർക്കുന്ന രൂപത്തിലുള്ളൊരു വിമോചന സമരത്തിൻ്റെ കാഹളമുയർത്തി വലിയ പ്രക്ഷോഭ സമരങ്ങൾ വന്നു. ഈ തുറമുഖം വേണ്ട എന്ന രൂപത്തിലേക്ക്. അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ കൂടുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ഒരു വെടിവെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വരെ എത്തിയിട്ടുള്ള സമരരൂപങ്ങൾ വളരെ സമയിത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിശിഷ്യ മുഖ്യമന്ത്രി അത് കൈകാര്യം ചെയ്ത രീതിയും കേരളമാകെ പ്രശംസിക്കപ്പെട്ടു. അങ്ങനെ ആ സമരത്തെയും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കിയത്. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ ആശങ്ക അത് ഇതിനോടകം തന്നെ കേന്ദ്രത്തെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു പ്രഖ്യാപനവും മറ്റേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിതുവരെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷയിലാണ്. VGF തരണം എന്ന രൂപത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു. കേന്ദ്രത്തിൻ്റെ എംപവേർഡ് കമ്മിറ്റി ധനമന്ത്രാലയത്തിൻ്റെ തീരുമാനിക്കുകയും ശുപാർശ ചെയ്തിരുന്നു നമുക്ക് ഗ്രാൻഡായി തരണം. പക്ഷേ പിന്നീടാണ് നിലപാട് മാറ്റിയത്. ഇപ്പം നമുക്ക് തൊട്ടപ്പുറത്ത് തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോൾ 1140 കോടി രൂപ അവർക്ക് ഗ്രാൻഡായിട്ടാണ് കൊടുത്തത്. ഇന്ത്യയിൽ ഏതാണ്ട് 70-ൽ പരം പദ്ധതികൾക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ VGF കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഗ്രാൻഡാണ്. പക്ഷേ 71ാമത് വരുന്ന നമ്മുടെ ഈ വിഴിഞ്ഞത്തിന് മാത്രം അത് ലോണായി മാറുന്നു പോകുമ്പോഴാണ് നമുക്കതിനകത്തുള്ള വിഷമവും വേദനയും ഒക്കെ ഉള്ളത്. കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല, തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും VGF കിട്ടിയാൽ മാത്രമല്ലേ 2-3 ഘട്ടം അടുത്ത സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. VGF ഇപ്പം കരാറായതോടുകൂടി ഫസ്റ്റ് ഫേസിൻ്റെ എല്ലാ കടമ്പകളും നമ്മൾ കടന്നിരിക്കുന്നു. ഇനി കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ടും വന്നില്ലെങ്കിൽ 2, 3, 4 ഘട്ടം കാര്യം നടക്കും. കാരണം അദാനിയാണ് ഇനി ബാക്കി പണം മുടക്കേണ്ടത്. കരാറിൻ പ്രകാരം അങ്ങനെയാണ്.
അത് വെച്ചിട്ട് പൂർത്തീകരിക്കുമ്പോഴാണ് 2034 വരെ അവർ ലാഭം കൊണ്ടുപോകുമ്പോൾ 34 തൊട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നു തുടങ്ങുന്ന രൂപത്തിലേക്ക് എത്തുന്നത് പെർസെൻ്റേജ് അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ളതിനെ സംബന്ധിച്ചോളം ഫണ്ടിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് മേജർ പോർഷൻ പണം മുടക്കുന്ന ആദ്യഘട്ടത്തിലായിരുന്നു വിഷമകരമായ സാഹചര്യം. നമ്മൾ 5595 കോടി രൂപയാണ് നമ്മുടെ വിഹിതം നിർണ്ണയിച്ചിരുന്നത്. ആ പണം ഉണ്ടാക്കുന്നിടത്തായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് നേരത്തെ വിഷമം ഉണ്ടായിരുന്ന എല്ലാം പ്രയാസങ്ങളുടെ നടുവിലും ഗവൺമെൻറ് പണം ഉണ്ടാക്കി നടപ്പാക്കി എന്നുള്ളതാണ് ഏറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും അത് നൽകുന്ന രൂപത്തിലേക്ക് വിഴിഞ്ഞം എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒന്നാം ഘട്ടത്തിൻ്റെ ഈ കമ്മീഷൻ ചെയ്യുന്ന ആ ആഴ്ച തന്നെ അടുത്ത രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നടക്കും എന്നാണ് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ സമയബന്ധിതമായ ഉദ്ഘാടനം ഉണ്ടാകുമോ? അത് ഡേറ്റ് തീരുമാനിച്ചില്ല. ഈ കമ്മീഷനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി അദാനിയും സംസ്ഥാന ഗവൺമെൻറ്റുമായി ആശയവിനിമയം നടത്തി സമീപകാല ഭാവിയിൽ എത്രയും വേഗം തന്നെ അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാനുള്ള തീയതി നിശ്ചയിച്ച് തുടക്കം കുറിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഏറ്റവും പെട്ടെന്ന് തുടങ്ങും. എന്തായാലും ഈ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. ഇപ്പോൾ അങ്ങ് പറയുമ്പോഴും അതല്ലാതെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ മുഖച്ഛായ അതിനപ്പുറത്തേക്കൊരു ഭൂഖണ്ഡത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു സ്വപ്ന പദ്ധതി. നമ്മൾ കേരളത്തിന് അഭിമാനിക്കാം, ഇന്ത്യക്ക് അഭിമാനിക്കാം ഒക്കെയാണ്. അതിനകത്ത് ഈ അതിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ രാഷ്ട്രീയ തർക്കങ്ങൾ സ്വാഭാവികം. ഒരു വൻകിട പദ്ധതി ഉണ്ടാകുമ്പോൾ അത്തരം തർക്കങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെ ബാധിക്കും, അതല്ലെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമായ ഒരു ഭാഗത്ത് സൈഡ് ലൈൻ ചെയ്ത് കിടക്കുമ്പോൾ എങ്ങനെയാണത് നോക്കുന്നത്? ഇല്ല, വിവാദങ്ങളൊന്നും പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവല്ലേ ഈ വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴും ഒന്നും രണ്ടും പിണറായി സർക്കാർ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടത്തേണ്ട രൂപത്തിൽ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വിവാദങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. കാര്യങ്ങൾ നടക്കാം. അസാധ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയിരിക്കുന്നു കേരളത്തിൽ പിണറായി ഗവൺമെൻറ്. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ സവിശേഷത. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല. സമയബന്ധിതമായി തന്നെ 2, 3, 4 ഘട്ടങ്ങൾ ഈ ഗവൺമെൻറ് നടപ്പാക്കും. ആ നിലയിലേക്ക് ജനങ്ങൾക്കും അതിൽ പൂർണ്ണ വിശ്വാസമാണ്. കാരണം ഇപ്പോൾ ഗെയിൽ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ, മലയോര ഹൈവേ എടുത്താൽ, തീരദേശ ഹൈവേ എടുത്താൽ, മെട്രോ എടുത്താൽ, വാട്ടർ മെട്രോ എടുത്താൽ, കൂടംകുളം ലൈൻ എടുത്താൽ, ഇതെല്ലാം നടക്കുകയെന്ന് പറഞ്ഞ് മുന്നൊരു ഗവൺമെൻറ് ഇട്ടിട്ട് പോയതല്ലേ, അത് മുഴുവൻ നടപ്പാക്കിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ഗവൺമെൻറ് മുമ്പിൽ വരുന്ന ആശയം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുക, നത്തിങ് ഇമ്പോസിബിൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ തിയറി. അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം സാധ്യമാക്കുന്ന രൂപത്തിലേക്ക് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നിൽക്കുന്നു, കൃത്യമായി നടപ്പിലാക്കി പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന പദ്ധതി കേരളം ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന വഴി രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരുന്നു. അപ്പോൾ ലോകത്ത് സമുദ്ര വ്യാപാര മേഖലയിൽ നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന രൂപത്തിലായിരിക്കും ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാവി കാഴ്ചപ്പാട്. സംശയം വേണ്ട, അഭിമാനിക്കാം, ആഹ്ലാദിക്കാം. പ്രതിപക്ഷ നേതാവടക്കം പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്ന ഒരാവശ്യം ഒരു കോണിൽ നിന്നൊക്കെ ഉയരുകയാണല്ലോ. അല്ല, അവർക്ക് ഇപ്പോൾ പല രൂപത്തിലുള്ള തീരുമാനം എടുത്ത് മുന്നോട്ട് അവർക്കിപ്പോൾ ഉള്ളൊരു വിഷമവും അസഹിഷ്ണുത എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കാതിരിക്കുന്ന കാര്യമായിരുന്നു അവർ കണ്ടിരുന്നത്. പാലക്കാട് പണ്ടൊരു കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടല്ലോ. എത്ര വർഷമായി? 10-15 വർഷമായിട്ട് കാക്ക തൂർന്ന രൂപത്തിൽ നിൽക്കുകയല്ലേ ആ കോച്ച് ഫാക്ടറി. തറക്കല്ല് കേന്ദ്രത്തിൻ്റെ മന്ത്രി. അതുപോലെയല്ലോ ഇവിടെ തറക്കല്ലിട്ടപ്പോൾ ഈ ഗവൺമെൻറ് അത് ഏറ്റെടുത്തിട്ട് ഇച്ഛാശക്തിയോട് നടപ്പാക്കിയതുകൊണ്ടല്ലേ ഇത് യാഥാർത്ഥ്യമായത്. തറക്കല്ലാർക്ക് വേണമെങ്കിലും ഇട്ടിട്ട് പോവാം, പക്ഷേ ഈ തറക്കല്ലിട്ടാൽ കപ്പലോടില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ വിവാദം ഉണ്ടാക്കുന്നത് അവരുടെ അസഹിഷ്ണുതയും വിഷമവും കുശുമ്പും കുന്നായ്മയൊക്കെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തിലെ ജനങ്ങൾ വിവേകശാലികളാണ്, സംസ്കാര സമ്പന്നരാണ്. അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഈ കുശുമ്പുകളും തിരിച്ചറിയും. ഈ മാറി നിൽക്കുന്നവരെ ഒറ്റപ്പെടും എന്നുള്ളതല്ലാതെ കേരളം പൊതുവെ നാടിൻ്റെ അഭിമാനമായി ഈ പദ്ധതിയെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും അഭിമാനത്തിലും അതിലേറെ അഭിമാന നിമിഷത്തിലുമൊക്കെയാണ് കേരള സർക്കാർ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം എത്രത്തോളം ഇതിനോട് സഹകരിക്കുന്നു എന്നതിന് വരുമണിക്കൂറുകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വലിയൊരു സ്വപ്ന പദ്ധതിക്ക് മണിക്കൂറുകൾക്കകം തന്നെ അത് കമ്മീഷൻ ചെയ്യുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ക്യാമറാമാൻ അനിലിനൊപ്പം അൻഫ്രി ഡിസൂസ.